തൊട്ടടുത്ത് ചിക്കൻ ഫ്രൈ വറുത്തോണ്ടിരിക്കുന്നു. നമ്മുടെ ഗൈസ് നമ്മൾ ലാസ്റ്റ് വീഡിയോ തുടർച്ചയാണ്. സെക്കൻഡ് പാർട്ട്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ബർത്ത്ഡേ ആയിരുന്നു നമ്മളെ പയ്യൻ്റെ. അപ്പം എന്തി പുള്ളിയുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ പുള്ളി നമുക്ക് വേണ്ടിയിട്ട് ആ കേക്ക് ഇവിടെ മാറ്റിച്ചിരിക്കുകയാണ് ഗൈസ്. ആ കേക്ക് ഇനി തരും. ചിക്കൻ കട്ടി കേക്ക് നമ്മളവിടെ ഇനി ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. അഖിലിൻ്റെ ഡൂഡ് സ്പെഷ്യൽ ബിരിയാണിയാണ്. ഡൂഡ് സ്പെഷ്യൽ ബിരിയാണി അവിടെ പ്രിപ്പറേഷൻ നടക്കുകയാണ്. എന്താണ് ഞാനായിരുന്നു ബിരിയാണി അരി കഴുകുകയാണ് ഗൈസ്. അരി കഴുകുകയാണ്. അതാണ്ട് സവാള അരിയാണ് നമ്മുടെ സ്വന്തം എബി. കണ്ണ് കരയാണോ നീ? കരയുന്ന ഇതാണ് നീറ്റ് ആൻഡ് ക്ലീൻ നോക്കിക്കൊണ്ടിരുന്ന ആളെന്ന് പറഞ്ഞാൽ നമ്മുടെ രാവിലാണ്. ചുക്കാൻ പിടിക്കുന്ന ഹൈജീൻ ഡിപ്പാർട്ട്മെന്റ് എങ്ങനെ വൃത്തിയോടെ അപ്പോൾ എന്നെ കാണിച്ചേക്കാം. 4 പേർക്ക് 1 കിലോ അരി വേണമെന്ന് പറഞ്ഞു. 1 കിലോ അരി പുള്ളി അളന്നിട്ട് അമേസിങ്. കഴുകടാരി എന്തോരം കഴിവുകൾ. ഇത് നമ്മൾ കൊണ്ടുവന്ന നമ്മുടെ സ്വന്തം കിടുകാച്ചി ചിക്കൻ. പൊന്നെ പിടയ്ക്കുന്നതൊക്കെ പിടയ്ക്കണ ചിക്കനാണ് ഇത്. ഇപ്പം അഖിലിനോട് ഒരുപാട് ആൾക്കാർ കാണുന്ന വീഡിയോ ആണെന്ന് വിചാരിച്ച് ഇപ്പൊ ഇട്ടേക്കുന്ന ഡ്രസ്സ് മാറ്റി ഒരു മണവാളം കണക്ക് വരാൻ പോവാണ് ഗൈസ്. ഡ്രസ് മാറി. ഇതാണോ ഡ്രസ്? എങ്ങനെയുണ്ട് ഇപ്പൊ നമ്മളെ നോക്കൂ. നിക്കർ എല്ലാം ഉണ്ട്. തക്കാളി അരിയാണ്. ഇതാണ് ഇവിടുത്തെ പ്രധാന ഷെഫെന്ന് തോന്നുന്നു കേട്ടോ. എബി കുരുവിള വെങ്കായം സവാള ഇതെന്തുവാണ് ഇത്? ഇല്ല പണ്ടതില്ല പിള്ളേരോ മാച്ചാ മാച്ച് അപ്പടിച്ചത് അപ്പേ നമ്മള് സാധാരണ പിള്ളേര് ഈ കാശുള്ള വീട്ടിലൊക്കെ പോകുമ്പോ അവിടുത്തെ പിള്ളേർ ബോസിന്റെ പ്രശ്നം കാണിക്കത്തില്ല. എന്റെ വീട്ടിൽ ഇതൊക്കെ എന്റെ വീട്ടിൽ ഇതുണ്ട്. എന്റെ വീട്ടിൽ മിക്സി ഉണ്ട്. എന്റെ വീട്ടിൽ കുക്കറുണ്ട്. എന്റെ വീട്ടിൽ കുക്കറുണ്ട്. എടാടാ നിർത്തിക്കൂടാ. ഈ ബിരിയാണിയുടെ പേരെന്താ? ഈ ബിരിയാണി അടിപൊളിയായിരിക്കും. പൊള്ളി താണ്ട നമ്മളെ കേരളത്തിലെ പൊടിക്കൈകളാണല്ലേ അഖിലിന്റെ കൂടെ അല്ലേ? നെയ്യ് ഇടുക, ശകലം ബട്ടർ എടുക്കുക, ബട്ടർ കട്ട് ചെയ്യുക, ബട്ടർ ഇട്ട് കൊടുക്കുക. അത് രണ്ടും കൂടി ഉരുകി ചേരുമ്പോഴത്തേക്ക് നമ്മൾ താണ്ട ഈ സാധനം ഇടലും. ഇത് നമ്മൾ ഈ സാധനങ്ങൾ നമ്മൾ ഇതിൻ്റെ അകത്തുള്ള സാധനങ്ങളെല്ലാം ഇങ്ങനെ മസാല കൂട്ടുകളല്ലേ. അതായത് ഗ്രാമ്പു, ഏലക്ക, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കൊണ്ട് തട്ടി ഇറങ്ങി കൊടുക്കുക. എന്നിട്ട് ഈ ബിരിയാണിയുടെ പേരെന്തോ? അക്കി ബിരിയാണി ബ്രോ. ഇത് നമ്മുടെ ചേട്ടനിൽ നിന്ന് കിട്ടിയതാ ബ്രോ. നമ്മളെ പാട്ടൊക്കെ പാടുന്ന പുള്ളി ഉണ്ടല്ലോ, ആ പുള്ളിയിൽ നിന്ന് കിട്ടിയതാണ് ഈ കലാപരിപാടി. ഇൻസ്റ്റാഗ്രാമിലൊക്കെ. അതെ അതെ അല്ല ബ്രോ, നമ്മളെ പാരഡിയൊക്കെ പാടത്തില്ലേ ബ്രോ സെർബിയയിൽ? നമ്മളിവിടെ സെർബിയൻ മല്ലു എന്നൊക്കെ പറയില്ലേ? അതെ അതെ ബ്രോയുടെ ഒരു കൈപ്പുണ്യമാണ് നമുക്ക് എല്ലാവർക്കും കിട്ടിയത് റൂമിൽ നിൽക്കുന്നത്. അതെ ബ്രോ. ബ്രോ നല്ല പാചകക്കാരല്ലേ? പിന്നെ കെട്ടുന്ന പെൺകൊച്ചിന്റെ ഭാഗ്യം. പിന്നെ കെട്ടുന്ന പെൺകൊച്ചിന്റെ ഒക്കെ ഭാഗ്യം. പുള്ളിയൊക്കെ അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും. പെൺകുട്ടിക്ക് സവാള ഇടണം. ഇനി നമ്മള് സവാള ഇറക്കി കൊടുക്കണം. സവാള ഒന്ന് മൂക്കണം. എന്നിട്ട് സവാള ഇറക്കി കൊടുത്ത് സവാള നമ്മൾ മൊത്തം ഇറക്കി കൊടുക്കുക. ഓക്കെ. 2.5 നമ്മൾ ഒറ്റ വിസിലിനകത്ത് പരിപാടി എടുക്കത്തുള്ളൂ ബ്രോ. നമ്മൾ വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട്
ശകലം ഒരു ഉപ്പൊക്കെ എടുത്ത് ഹലോ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. സെറ്റാണോ? കെട്ടുന്ന പെണ്ണിന്റെ ഭാഗ്യം അങ്ങോട്ട് നോട്ടാ. അടിപൊളിയായിരിക്കും ബ്രോ. അടിപൊളിയായിരിക്കും ബ്രോ. ഇത് കത്തു. ഇത് കത്തിക്കും ബ്രോ നമ്മള്. തക്കാളി ബ്രോ. തക്കാളി അടിച്ച് പേസ്റ്റ് ചെയ്തത്. ഓക്കെ. കൂട്ടുകളാണോ അല്ലേ ചെയ്യാൻ പോണ? ആദ്യം മഞ്ഞപ്പൊടി ഇട്ടു. ഓക്കെ. 2 സ്പൂൺ. ഇച്ചിരി ശകലം മതി. ഒരു നൂറ്. സാർ ഇത് ബാക്കിയുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കണേ സാറേ. പിന്നെ കുരുമുളക് ഇടണം. ഓക്കെ സാർ. പിന്നെ എന്തോരു ഇണക്കത്തിൽ കൊണക്കിയോ ബ്രോ? മതിയാ? ഗരം മസാല എന്റെ അടുത്ത് നോക്കുന്നു. ഇതാണ് മെയിൻ ഐറ്റം ബ്രോ. മല്ലിപ്പൊടി അങ്ങോട്ട് വെതറി കൊടുക്കുക അല്ലേ? മല്ലിപ്പൊടി അങ്ങോട്ട് വെതറി കൊടുക്കുക. എന്നിട്ട് ശകലം മുളക് അവിടെ എന്തോരടി ശകലം ഇടാവും മുളക് പൊടി എപ്പോഴേ കാര്യം കറിക്കത്ത് ഉപ്പുണ്ടോ ഇല്ലെങ്കിൽ ഉപ്പിൻ്റെ ആവശ്യമില്ല. ചോദിച്ചാൽ കുടിച്ച് എവി അടിക്കല്ലേ സാല. മറ്റേ ബിരിയാണി വന്നിട്ട് അടിക്കാം. മസാല ഇറക്കി കൊടുക്കുക. അതിനുശേഷം ഇത് നമ്മളെ ബിരിയാണി മസാല ആട്ടി കൊണ്ടുപോകുക. ഇത് കുറച്ചിട്ട് കൊടുക്കല്ലേ? ബിരിയാണി മസാല കുറച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇളകി കൊടുക്കുക. അതിന് സാറിന്റെ അവതരണം അത്ര. അതായത് മറ്റുള്ളവർക്ക് ഇത് പഠിക്കാൻ പറ്റുന്ന ഒരു ഹെൽപ്പ് ചെയ്യില്ല. നീ എന്തോ ധൃതിയിലുണ്ടാക്കുന്നു, അത് ശരിയല്ല. സലാഡ് എങ്ങനെ ഉണ്ടാക്കുന്നത്? ബ്രോ ഈ കുക്കറിലുള്ള ബിരിയാണി നമുക്കുള്ള, മറ്റേത് അവർ രണ്ടുപേരും കഴിച്ചു. ബ്രോ എന്തൊക്കെ വെച്ചേക്കുന്നത്? ബ്രോ ഇതിൻ്റെ അകത്ത് ഇനി മല്ലിപ്പൊടിയും കൂടി മാത്രം ഇട്ടാൽ മതി ബ്രോ. ബാക്കി എല്ലാ പൊടിയും എന്തൊക്കെയാ ഉള്ളത് പറയാോ ബ്രോ? ഇതിൻ്റെ അകത്ത് സവാള, പിന്നെ കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ മുളക് പൊടി. മല്ലി ഇടുമ്പോൾ നമ്മൾ ഇച്ചിരി കൂടുതലിടണം, നല്ല ബിരിയാണിക്ക് ഇച്ചിരി ടേസ്റ്റ് ഇടുള്ളൂ. കുട്ടൻ ബ്രോ കൊണ്ടുപോകുന്ന സാധനം അതാ, നല്ല ഫ്രഷ് സാധനം, ആടിപ്പൊളി ചിക്കനൊക്കെ. കണ്ടാ നാട്ടിൽ നമ്മള് കേരച്ചൂരാണെങ്കിൽ ഇരിക്കും. അവതരണം പൊളിയായി. എന്നിട്ട് ഇളക്കി കൊടുക്കല്ലേ? എന്നിട്ട് അങ്ങനോട് ഇളക്കിനോട് എടുക്കുക ആ സാധനം. ചിരിക്കാ ബ്രോ? എന്തോ ബ്രോ പിന്നെ നമ്മള് ചിരിക്കാതെ ഉണക്കാതെ ബ്രോ. ഇത് നമ്മൾ ഇളക്കുന്നതിന്റെ തിരക്കിലായോണ്ട് ബ്രോ. ഇളക്കമുള്ള ആളല്ലേ ബ്രോ? പിന്നെ അതാണ്ട് ഇളക്കി അവിടെ സെറ്റ് ചെയ്ത് സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം കെട്ടുന്ന പെൺകുട്ടിയുടെ ഒരു ഭാഗ്യം. ആടിപ്പൊളിയായിരിക്കും. ബ്രോയുടെ വീഡിയോ കണ്ടതല്ലോ ബ്രോ? ബ്രോ വൈറലാണോ? ഇല്ല ബ്രോ, ഞാൻ വയറിലൊന്നും അല്ല. ഇവൻ ടിപ്പിക്കൽ മലയാളിയാണേ. മറ്റേ UK പോകാൻ വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ഇവിടുന്ന് ടെസ്റ്റ് പഠിക്കുക. ചിലപ്പോ അവള് ജോലിക്ക് പോകുമല്ലോ. ആണോടാ? പിന്നെ ബ്രോ അല്ല UK കാരെയൊക്കെ സെറ്റ് ആയി കഴിഞ്ഞാൽ അടിപൊളിയല്ലേ ബ്രോ. ബിരിയാണി അങ്ങോട്ട് സെറ്റായിട്ട് വന്നു. ഇനി നമ്മളതാ ഒന്നുകൂടെ തരാമോ? മോനെ സെറ്റ് ഇതാണ് മാണത്തെ കൂടെ. കൊച്ചി എത്തി. ഞങ്ങളെ പീസ് ഇടുവാ. ബ്രോ വീഡിയോ എടുക്കുകയാണ്, എന്നെ കളിയാക്കുകയാണോ ബ്രോ? നമ്മൾ ചിക്കനെല്ലാം ഇട്ട് നമ്മൾ 2 കുക്കറിലാണ് ഇന്ന് ബിരിയാണി സെറ്റ് ചെയ്യുന്നത്. ഗ്ലാസ് വെച്ചിട്ട് അങ്ങനെ വെച്ചാൽ ഗ്ലാസ് വേണ്ട. അത് ഒരു ഇച്ചിരി ജീരകം ഇട്ട് കൊടുക്കണം, പെരും ജീരകം.
അരി നമ്മളങ്ങോട്ട് ഇടുക. ആണ് പൊളി സാധനം, ആടിപ്പൊളി. അരി ഇട്ടിട്ട് ബ്രോ എനിക്ക് ഇളക്കാം ബ്രോ. ഇളക്കി ബ്രോ, ഇളക്ക്. കുക്കറിന് കറക്കും. ഈ അരി കളയുള്ളൂ മതി. ഇതിനകത്ത് അരി ഉണ്ടല്ലോ, ഇത് കളയാനാണോ ബ്രോ? അപ്പൊ കഞ്ഞിയാണോ ബ്രോ അത്? കഞ്ഞിയൊന്നുമല്ല. എന്തിനാ കളയണേ? ഏതാ അത്? നിക്കി. ഓരോ അരിമണിയുടെ പേരുണ്ട്, നിന്റെ പേരിലുള്ള. ചുമ്മാ അരി കളയണല്ലോ നോക്കാം. നന്മയുള്ള ലോകമേ. നന്മയല്ല, വിശപ്പിന്റെ രാവിലെ ഇത്. ഓ, ഒരു ബിരിയാണിയുടെ ഒരു കിളക്കം വരുന്നല്ലേ. ഡ്രസ് എടുക്കാ ബ്രോ? ഇല്ല ബ്രോ, ഇല്ല ഇല്ല ബ്രോ. ഇത് സ്റ്റെപ്പിട്ടാണോ? ഇത് എൻ്റെ അതൊന്നും ഒരു ഇച്ചിരി ആ തവിയും കിടത്തില്ലേ? ഇത് പൊട്ടിക്കില്ലേ? ഇതാണ് മേളിൽ ജിഞ്ച. ഇതിന്റെ പേരാണ് ജിഞ്ച. ഇത് ഒരു രസക്കൂട്ടാണ്. ഇത് ഷെഫിന്റെ മാത്രം തുറന്നൊന്നുമില്ല. ഇത് ഇതാണ് എന്റെ ഇത് നമ്മുടെ സ്പെഷ്യൽ സാധനമാണ്. സ്പെഷ്യൽ. നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് നമ്മുടെ ഒരു ബ്രോ. പേര് കിട്ടിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ഡൂഡ് സ്പെഷ്യൽ ഐറ്റം എന്ന് പറയില്ലേ? അതെ അതെ ബ്രോ, അതെ. അതെന്ത് ചെയ്യണം? മുമ്പി അടപ്പ് കളഞ്ഞു ബ്രോ. കസ്റ്റമർ പോയി റെഡിയാക്കാൻ ബ്രോ ഇത് കൂമ്പി എന്നൊക്കെ പറഞ്ഞു ബ്രോ. എന്ത് രണ്ട് തുള്ളി മതി. 6 ഉള്ളി ആയാലും ബ്രോ ഇത് തോന ഇട്ട് കഴിഞ്ഞാൽ വാണോ. അതുകൊണ്ട് എന്നിട്ട് ഒരു ബട്ടർ. ഞാൻ അവിടെ താണ്ടെ നാരങ്ങ ഇങ്ങോട്ട് എടുക്കുക. എന്താ ബ്രോ? തെന്നിയതാ ബ്രോ. ചൂട് നാരങ്ങയാണ് ബ്രോ. ചോറും കറി മതി. ബിരിയാണി ഒക്കെ ആവുമ്പോഴത്തേക്ക് അവനാല് ഇത് വെള്ളം വെളിത്തറക്കാണ് വെളിച്ചെണ്ണ എടുത്ത് ഒഴിക്കുന്നത്. ഇനിയും തുറയില്ല, കൈ പറ്റുന്നില്ല. തന്നെ തുറന്ന് ശീലിക്കുക, അല്ലെങ്കിൽ എല്ലാത്തിനും തുറക്കാൻ ആൾക്കാരെ വിളിക്കേണ്ടി വരും. പിന്നെ അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് എടുക്കുക. നല്ല കിടിലം സ്റ്റൗട്ടിലെ ബിരിയാണി കഴിച്ചിട്ടുണ്ടോ ബ്രോ? ഇപ്പോൾ ബ്രോ കഴിക്കാൻ പറ്റും ഉസ്താദ് ഹോട്ടലിലെ ബിരിയാണി. ഇനി നമ്മൾ ഇതിനെ അങ്ങോട്ട് അടയ്ക്കാൻ പോവുകയാണ് ഗുയിസ്. നമ്മൾ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി ഇവനെ അങ്ങോട്ട് അടച്ച് എല്ലാം ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇട്ട് സലാഡ് കയറ്റി കഴിക്കാം. ഉപ്പിട്ട് കഴിഞ്ഞാൽ ഇതാ ബ്രോ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കെ ബ്രോ. ഇത് കുറവുണ്ടോ? 10 മിനിറ്റ് കഴിയുമ്പോൾ അടി. ഇതാണ് നമ്മൾ ഏകദേശം ചിക്കനൊക്കെ പേരട്ടി. ഇത് വറുക്കാനുള്ളതാണ് മോനെ. ഇത് വറുക്കാനുള്ളതാണ് കേട്ടോ. നിക്കളി ഇതിപ്പോൾ അടിക്കുന്നത് കിട്ടത്തില്ല. ഇങ്ങോട്ടേക്ക് കയറിക്കുന്നു. ഇതാ കാത്തിരിപ്പിന് വിരാമം. ഇപ്പോൾ അടിക്കും, ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അടിക്കും. അടിക്കത്തില്ലേ? അടിക്കും ബ്രോ, അടിക്കും. വെയിറ്റ് ചെയ്യും ബ്രോ. തൊട്ടടുത്ത് ചിക്കൻ ഫ്രൈ വറുത്തോണ്ടിരിക്കുന്നു. ആവേശം കൊണ്ട് ആയോ? നമ്മളുടെ സെർബിയൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാരും അടിപൊളി. കുട്ടൻ ബ്രോ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അടിപൊളി സാധനമാണ്. നമുക്ക് കഴിക്കാം. വാ ഇരിക്കും ബ്രോ. അതൊന്നും പറ്റില്ല. രാവിലെ കഴിച്ച് തുടങ്ങി കഴിഞ്ഞു. ഉപ്പുണ്ട് ഗൈസ്, ഉപ്പിട്ട് ഇളക്കില്ല ഗൈസ്, അതുകൊണ്ട് മാത്രം ഉണ്ട് ഗൈസ്. ഫുള്ള് ഇളക്കിട്ട് കഴിക്കണം. ഉപ്പുമായി ഒന്നും നല്ല ഒരു ഫ്ലേവർ ഉണ്ട്. നല്ല
ബ്രോ ഒരു രക്ഷയില്ല. രക്ഷയില്ല. സെറ്റ് നല്ല പയ്യൻ. അടിപൊളി. തന്നെ പറയണോ സൂപ്പർ സാധനം ബ്രോ. അതാ. നാട്ടിൽ പോയിട്ട് ഒരു ഇത്ര നല്ല ബിരിയാണി അതെ. കണ്ടുവരുന്നതാ അഭിനയിക്കണം. ഡൂളുണ്ടാക്കിയ അടിപൊളി ചിക്കൻ ഫ്രൈയും നിനക്കൊന്നും അറിയാത്ത മിക്സ് ചെയ്യുന്നത് ഇങ്ങനെ അവര് നമ്മള് കേരളത്തിൽ നിന്നിട്ട് ഒരു ബിരിയാണി ഒരു കടയിൽ പോയി കഴിച്ചായിരുന്നു. ഇത് ടോപ്പ് സാധനം. ഞാൻ പ്രതീക്ഷിച്ചില്ല. ഊക്കാൻ വേണ്ടിയിട്ട് ആണ് ആദ്യം വിചാരിച്ചു. പക്ഷെ പ്രതീക്ഷയ്ക്ക് അപ്പുറമാണ് നമ്മുടെ ഡൂഡ് സാർ. സാർ നമസ്കാരം. സാറ് എന്തോ ബ്രോ കെട്ട് നമ്മുടെ സാറ് കെട്ടാൻ പോണ ഈ വീഡിയോ നാലിലെ പുള്ളിനെ കെട്ടുന്ന ഈ കെട്ടാൻ പോകുന്ന കൊച്ചിന്റെ ഭാഗ്യമാണ്. കാര്യം അമ്മല്ല മൂന്നുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നില്ല. ഞങ്ങള് മൂന്നുപേരും അങ്ങോട്ടും